നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കാലത്തിനൊപ്പം എന്ന കണ്ണൂർ നിയോജകമണ്ഡലം വികസന പരിപാടിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷനിലെ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ഡിസംബർ 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ രാമേന്ദ്രൻ കടന്നപ്പള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലത്ത് 10:30-ന് കൂടത്തിൽ കാടിലാണ് ഉദ്ഘാടന പരിപാടി. പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ വെച്ച് നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി 24-25 തീയതികളിൽ അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 24-ന് താഴെചൊവ്വ ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികളുടെ ചിത്രരചന ക്യാമ്പ് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മേലെചൊവ്വ സഹകരണ ബാങ്ക് ഹാളിൽ കാനാമ്പുഴ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. സെമിനാർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് താഴെചൊവ്വ UP സ്കൂളിൽ നടക്കുന്ന ഫോട്ടോ ചിത്ര പ്രദർശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ പരിപാടി ഭാഗമായിട്ട് ഡിസംബർ 24-ന് താഴെചൊവ്വ ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികളുടെ ചിത്രരചന ക്യാമ്പ്, 2 മണിക്ക് മേലെചൊവ്വ സഹകരണ ബാങ്ക് ഹാളിൽ കാനാമ്പുഴ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ. ഉദ്ഘാടനത്തിന് മുമ്പാണ്, ഇത് 24-നാണ്, 26-നാണ് ഉദ്ഘാടനം. അതിനു മുമ്പ് നടത്തുന്ന സെമിനാറുകൾ, ചർച്ചകൾ, ഇതെല്ലാം ഒരു ജനകീയ പങ്കാളിത്തത്തിൻ്റെ ഒരു കരുത്ത് തെളിയിക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന നിലക്കാണ് അത്തരത്തിലുള്ള ബഹുമുഖമായ പരിപാടികൾക്ക് രൂപം കൊടുത്തത്. കാനാമ്പുഴ ഇന്നലെ ഇന്ന് നാളെ സെമിനാറിൽ കാനാമ്പുഴ അതിജീവന സമിതി കൺവീനർ N. ചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ, നമ്മുടെ കണ്ണൂരിലെ മണ്ഡലത്തിന് വികസന സമിതി ചെയർമാൻ കൂടിയാണ്. ഇതാണ് അന്നത്തെ പരിപാടി. കാനാമ്പുഴ തുടർ പ്രവർത്തനങ്ങളും സാധ്യതകളും, കാനാമ്പുഴ കാർഷിക ഇടപെടൽ സാധ്യതകൾ, കാനാമ്പുഴ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഇടപെടൽ സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ അവതരണങ്ങൾ ഉണ്ടാകും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ആയിരുന്ന സമയത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 200 ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തി നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേഷൻ കൗൺസിലറും സംഘടനാ സമിതി കൺവീനറുമായ ധനേഷ് മോഹൻ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഏലിയാമ്മ തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.